സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛ, ബഹുമാനപ്പെട്ട ടോമച്ച, ജിജോ അച്ഛ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, പുടിപ്പാറ തിരുക്കുടുംബ ദേവാലയത്തിൽ നമ്മുടെ ഇടവക മധ്യസ്ഥരായ തിരുക്കുടുംബത്തിൻ്റെ തിരുനാള്, നമ്മുടെ ഇടവകയുടെ വലിയ പെരുന്നാള് ഏറ്റവും സന്തോഷത്തോടും ഉത്സാഹത്തോടും നാം ആഘോഷിച്ചു വരികയാണ്. ഇന്ന് ആ തിരുനാളിൻ്റെ അവസാന ദിവസമാണ്. പ്രിയമുള്ളവരെ, വലിയൊരു കൂട്ടായ്മയായിട്ടാണ് നാം ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ നാം ഒരുമിച്ച് കൂടുന്നത്. ഞങ്ങൾ 3 പേരും ഈ ഇടവകയിലെ വൈദികരാണ്. ജിജോ അച്ഛനും ഞാനും വളരെ കുഞ്ഞുനാളിൽ ഇവിടെ ജനിച്ച് വളർന്ന് ഈ അൾത്താരയിൽ ഒരു ബലി അർപ്പിക്കണം, അല്ലെങ്കിൽ ആൾത്താര ഒരു പുരോഹിതനാകുവാനുള്ള ഒരു ആഗ്രഹം ഈ ആൾത്താര ഞങ്ങൾക്ക് തരികയും ആ വിളി തിരിച്ചറിഞ്ഞ് ഞങ്ങൾ 2 പേരും ഈ ഇടവകയിലെ ഒരംഗം എന്ന നിലയിൽ ഇന്ന് വൈദിക വസ്ത്രം ധരിച്ച് ഈ അൾത്താരയിൽ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് 2 പേരും വളരെ കൃതജ്ഞതയോടും വലിയ അനുഗ്രഹത്തിൻ്റെ ആ ഒരു ചിന്തയോടും കൂടിയാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ജിജോ അച്ഛൻ ജർമ്മനിയിൽ നിന്ന് പെരുന്നാൾ കൂടാൻ വേണ്ടി തന്നെ വന്നതാണ്. ഞാൻ അവധിയെടുത്തപ്പോൾ ഈ പെരുന്നാളും കൂടണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഇന്നലെ ഇവിടേക്ക് വരികയുണ്ടായി. അതുപോലെ തന്നെ ടോമച്ചൻ ഈ ഇടവകയിലേക്ക് വന്നതിന് ശേഷം ഈ ഇടവകയോട് കാണിച്ചിട്ടുള്ള ആ ഒരു വലിയ സ്നേഹം എനിക്ക് ഒരിക്കലും ഇവിടെ പറയാതിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം ടോമച്ചൻ്റെയൊക്കെ ഒരു ഇടപെടൽ ഈ ഇടവകയുടെ ഉന്നമനത്തിൽ, വളർച്ചയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഈ നിമിഷം ഞാൻ ഇവിടെ പറയുവാനായിട്ടും ആഗ്രഹിക്കുകയാണ്. ടോമച്ചൻ ഈ ഇടവകയിലേക്ക് വന്നതിന് ശേഷം ഈ ഇടവകയോട് കാണിക്കുന്ന, അല്ലെങ്കിൽ ആ ഇടവകയോട് ചേർന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി അച്ഛനും അതിരൂപതാ തലത്തിൽ നിന്നുകൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നു. അച്ഛൻ്റെ ആ സ്നേഹത്തിനും പ്രത്യേകമായിട്ട് ഈ നിമിഷം ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ തീം നോട്ടീസിൽ വികാരിയച്ഛൻ ഇട്ടിരിക്കുന്നത് ഇടവകയിൽ നാം ഒരു കുടുംബം എന്നാണ്. ഇടവകയിൽ നാം ഒരു കുടുംബം. പ്രിയമുള്ളവരെ, ഇടവക എന്നത് കേവലം ഒരു പ്രദേശമോ ഒരു കൂട്ടം കെട്ടിടങ്ങളോ മാത്രമല്ല, മറിച്ച് ക്രിസ്തുവിൽ ഒന്നായി തീർന്ന വിശ്വാസികളുടെ ഒരു വലിയ കുടുംബമാണ്. ക്രിസ്തുവിൽ ഒന്നായി തീർന്ന വിശ്വാസികളുടെ വലിയ ഒരു കുടുംബം. നമ്മുടെ വീടുകളിൽ നാം എങ്ങനെയാണോ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും കഴിയുന്നത്, ഒരു പക്ഷേ എല്ലാ കുടുംബങ്ങളിലും നമുക്ക് ഇത് കാണുവാനായിട്ട് ചിലപ്പം സാധിക്കത്തില്ലായിരിക്കാം. ചില ഡ്യൂറേഷനിൽ ചില കുടുംബങ്ങളിൽ ഒക്കെ ഇങ്ങനെയുള്ള ആ സ്നേഹവും സഹകരണ മനോഭാവവും ഒക്കെ ഇല്ലായിരിക്കാം. എങ്കിൽ പോലും പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളിൽ നാം എങ്ങനെയാണോ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും കഴിയുന്നത്, അതുപോലെ തന്നെയാണ് ഇടവകയിലെ ഓരോ അംഗവും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഇടവകയിൽ നാം ജീവിക്കുമ്പോൾ ഇടവക എന്ന ഒരു കുടുംബം, ഈ ഒരു കുടുംബത്തിലെ അംഗമായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, കുടുംബത്തിലുണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങൾ നമ്മുടെ ഇടവക തലത്തിലേക്കും നാം കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ സൂചിപ്പിച്ചു, ഇടവക എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. നമ്മുടെ സ്വന്തം കുടുംബമാണ്, എൻ്റെ കുടുംബമാണ്. എൻ്റെ കുടുംബമായതുകൊണ്ടാണ്, ജിജോ അച്ഛൻ്റെ കുടുംബമായതുകൊണ്ടാണ്, ടോമച്ചൻ്റെ കുടുംബമായതുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിലെ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്, ജിജോ അച്ഛൻ വന്നിരിക്കുന്നത്, ടോമച്ചൻ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊരു സ്നേഹം നമ്മുടെ കുടുംബത്തോട്
കുടുംബത്തിൽ ഒരു ആഘോഷം നടക്കുമ്പോൾ നാം ഏത് ഉത്സാഹത്തോടു കൂടി വരുന്നോ ആ ഒരു ഉത്സാഹം നമ്മുടെ ഇടവകയിൽ എന്ത് നടത്തിയാലും നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ആ കുടുംബത്തിലും ഇടവകയിലും നാം പുലർത്തേണ്ട 3 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഒന്നാമതായിട്ട് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത് ഏകത്വം, ഐക്യം. കുടുംബത്തിലാകട്ടെ ഇടവകയിലാകട്ടെ പ്രിയമുള്ളവരെ, ഐക്യം, ഒരു ഏകത്വം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ കുടുംബത്തിൽ ഉണ്ടായിരിക്കണം. നമുക്കറിയാം, ഒരേ അപ്പത്തിൽ നിന്ന് പങ്കുചേരുന്ന നാം ഒരേ ശരീരത്തിലെ അവയവങ്ങളാണ്. നമുക്കറിയാം, അത്താഴമേശ ഐക്യത്തിന്റെ വലിയൊരു സൂചനയാണ്. ഐക്യത്തിന്റെ വലിയൊരു സൂചനയാണ്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വലിയ ഒരു ഐക്യത്തിന്റെ സൂചനയാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെ ഒരപ്പത്തിൽ നിന്ന് വിശുദ്ധ കുർബാന ഈ ഇടവകയുടെ നെടും തൂണാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വളരെ എനർജി നമുക്ക് തരുന്ന, ശക്തി നമുക്ക് തരുന്ന ഒരു വലിയ ഘടകമാണ് ഈ വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാന ഒരേ അപ്പത്തിൽ നിന്ന് നാം ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഈ ഇടവകയുടെ ഐക്യം നാം ജീവിച്ചു കാണിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാന നമ്മുടെ ഇടവകയുടെ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു മെയിൻ സെന്റർ ആക്കി വെച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഏത് തിരുനാൾ ദിവസങ്ങളിൽ നമുക്ക് വിശുദ്ധ കുർബാന മുടക്കാതെ നമുക്ക് തിരുനാൾ ആഘോഷിക്കുവാനും, വിശുദ്ധ കുർബാന മാറ്റിവെച്ച പ്രദക്ഷിണവും മറ്റു പരിപാടികളിലുമൊക്കെ പങ്കുചേരുന്നത് ഉചിതമല്ല. വിശുദ്ധ കുർബാന നാം കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ട് വിശുദ്ധ കുർബാനയിൽ നാം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് കരുതൽ, ഐക്യം. ഞാൻ സൂചിപ്പിച്ചു. രണ്ടാമത്തത് കരുതൽ. പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ, സങ്കടത്തിലാണെങ്കിൽ മറ്റുള്ളവര് അവരെ സഹായിക്കാറുണ്ട്. ഒരു കുടുംബത്തിന്റെ വലിയൊരു ഗുണമാണ് ഒരു കരുതൽ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടവകയിലും ആരെങ്കിലും ഒറ്റപ്പെട്ടു പോകുമ്പോഴോ പ്രയാസം അനുഭവിക്കുമ്പോഴോ അവർക്ക് താങ്ങായി നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ഏറ്റവും വലിയ ഒരു മാതൃകയാണ് നമ്മുടെ വികാരിയച്ഛൻ. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ വന്നതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി, എന്തെല്ലാം കാരുണ്യ പ്രവർത്തികളാണ് വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഇടവകയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അലിവ്, കഞ്ഞീവ്, പൊതിച്ചോറ് ഞങ്ങൾ ഗ്രൂപ്പിലുണ്ട്. എന്തെങ്കിലും ഒരു പുതിയ കാര്യവുമായിട്ടാ ചിലപ്പം നേരം വെളുക്കുമ്പോൾ വാട്സപ്പ് തുറക്കുമ്പോഴത്തേക്ക് ഐഡിയ ഞങ്ങൾക്കും കിട്ടും. പ്രിയമുള്ളവരെ, ഇതിലൂടെ ഒത്തിരിയേറെ കാരുണ്യ പ്രവർത്തികൾ ചെയ്ത് ഇടവകയിലെ മക്കളോട്, അല്ലെങ്കിൽ ഈ ഇടവകയെ ഒന്നായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് വലിയൊരു കരുതല്, പ്രയാസം അനുഭവിക്കുന്നവരോട്, ദുഃഖിക്കുന്നവരോട് ഒരു കരുതൽ കാണിക്കുന്ന ഒരു ഇടവക നല്ലൊരു ഇടവകയാണ്. ഒത്തിരിയേറെ അഭിമാനിക്കാം. പ്രിയമുള്ളവരെ, വികാരിയച്ഛന്റെ നേതൃത്വം നമ്മുടെ കുടുംബനാഥനാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരു കുടുംബനാഥൻ ഉള്ളതുപോലെ നമ്മുടെ ഇടവകയുടെ കുടുംബനാഥനാണ് വികാരിയച്ഛൻ. അപ്പൊ ആ വികാരിയച്ഛനോട് ചേർന്ന്, വികാരിയച്ഛന്റെ ആ ഒരു സഹകരണത്തോടെ, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി വികാരിയച്ഛൻ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അതിനോട് സഹകരിച്ച് മുന്നേറുമ്പോഴാണ് ഈ കരുതലും ഐക്യവും ഒക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് അച്ഛന്മാര് മാറി വരാം. വികാരിയച്ഛൻ പോകും, സോണിയച്ഛൻ പോകും, അല്ലെങ്കിൽ ഇതിനു മുമ്പും പല അച്ഛന്മാര് ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പം ഏതച്ഛൻ വന്നാലും, ഏത് വികാരിയച്ഛനായാലും ആ വികാരിയച്ഛനോട് ചേർന്ന്, ആ വികാരിയച്ഛനെ നമ്മൾ സഹകരിച്ച് ഒന്നിച്ചു കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. മൂന്നാമതായിട്ട് വിശ്വാസത്തിന്റെ വളർച്ച. നമ്മുടെ ഇടവക തലത്തില് ഒരു കുടുംബം എന്ന നിലയ്ക്ക് പ്രിയമുള്ളവരെ നമുക്ക് നേടിയെടുക്കാവുന്ന ഒരു ഘടകമാണ് വിശ്വാസം. ആ വിശ്വാസത്തിന്റെ വളർച്ച നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ ഇടവകയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. നമ്മുടെ മക്കള് വിശ്വാസത്തിൽ വളരുന്നത് ഒരു വലിയ കുടുംബത്തിന്റെ തണലിലാണ്. ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് പറയുന്നുണ്ടെങ്കിൽ, വിശ്വാസം പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ,
മധ്യപ്രദേശിലും ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തുമൊക്കെ ഞാൻ വിശ്വാസം ഏറ്റുപറയുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, എനിക്ക് ഈ ഇടവകയിൽ നിന്ന്, ഈ ദേവാലയത്തിൽ നിന്ന് ലഭിച്ച വിശ്വാസമാണ്. എന്റെ മതാധ്യാപകരും ഇവിടെ ഇരുന്ന വൈദികരും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും മാതാപിതാക്കളും എനിക്ക് തന്ന ഈ ഇടവകയിൽ നിന്ന് എനിക്ക് ലഭിച്ച വിശ്വാസമാണ് പ്രിയമുള്ളവരെ ഞാൻ പ്രഘോഷിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഇടവകയോട് ചേർത്ത് നിർത്തുവാനും ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും വിശുദ്ധ കുർബാനയോടും കുദാശയോടും ഒക്കെ ചേർത്ത് നിർത്തുവാനും പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അങ്ങനെ വിശ്വാസത്തിന്റെ വളർച്ച നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ വളർച്ച അനുദിനം അത് കൂടുവാനായിട്ട് ഇടവക ഒരു കുടുംബം എന്ന നിലയ്ക്ക് നമ്മളെ സഹായിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. ഈ തിരുനാൾ ആഘോഷം വെറും ആചാരങ്ങൾ മാത്രമായി മാറരുത്. ഈ തിരുനാൾ കഴിയുമ്പോൾ കൂടുതൽ സ്നേഹമുള്ള, കൂടുതൽ ഐക്യമുള്ള, അല്ലെങ്കിൽ കൂടുതൽ കരുതലുള്ള ഒരു കുടുംബമായിട്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ആയി മാറട്ടെ, ഈ ഇടവക ആയി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരാളുടെയും കണ്ണുനീർ കാണാതിരിക്കാനും എല്ലാവരെയും ചേർത്ത് പിടിക്കാനും നമ്മുടെ ഇടവകയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി പ്രിയമുള്ളവരെ നമുക്ക് ഇത് സാധിക്കും. ഞാൻ ആദ്യം പാടിയ പാട്ട്, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും. പ്രിയമുള്ളവരെ, ഇതാണ് വിശ്വാസം. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ആഗ്രഹമുള്ളിടത്ത് അനുഗ്രഹമുണ്ട്, ആഗ്രഹമുള്ളിടത്ത് അനുഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. ആഗ്രഹമുണ്ടെങ്കിൽ നാം ചോദിക്കും, ചോദിച്ചാൽ മറുപടിയുണ്ട്. ആഗ്രഹമുണ്ടെങ്കിൽ നാം മുട്ടും, തുറന്നു കിട്ടും. നിശ്ചയം, നിശ്ചയം, നിശ്ചയം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.